അല്ല, അതിനകത്ത് അദ്ദേഹത്തിന് മറുപടി എന്നുള്ള നിലക്കല്ല. ഞങ്ങൾ ഇതിനകത്ത് ആരംഭഘട്ടം മുതലേ പറഞ്ഞിട്ടുണ്ട്, സിദ്ധാർത്ഥിന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് SFI എന്നുള്ളത്. ഇപ്പോ നിലവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളെ വൈകാരികമായി അദ്ദേഹം പറഞ്ഞതാണ് എന്ന് കാണുന്നതിന് വേണ്ടിയാണ് ഈ ഘട്ടത്തിലും ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ നിറങ്ങളോ രാഷ്ട്രീയ ഇടപെടലോ അതിനകത്തില്ല. ഒരു തവണ മാത്രമാണ് ഈ പറഞ്ഞ വെറ്റിനറി സർവകലാശാലയ്ക്കകത്ത് പോയിട്ടുള്ളത്. അത് സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷമാണ്. അതിനു മുൻപ് ഞാൻ ആ ക്യാമ്പസിനകത്തേക്ക് പോയിട്ടില്ല. ആ ക്യാമ്പസിൽ എന്നല്ല, ഒരു ക്യാമ്പസിന്റെയും ഹോസ്റ്റലിൽ താമസിക്കേണ്ടുന്ന കാര്യം സംസ്ഥാന സെക്രട്ടറിക്കില്ല. ഞാൻ അതിനു മുൻപ് അവിടെ പോയിട്ടില്ല. നമസ്കാരം. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ SFI വിദ്യാർത്ഥികൾ അതിദാരുണമായി കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയപരമായി ഈ കൊലപാതകത്തിന് പുതിയ പുതിയ മാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയും CPM-ഉം ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത SFI-യുടെ പ്രവർത്തകരെ രക്ഷിക്കുവാൻ വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നാണ് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ അച്ഛൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത്. എന്റെ മകൻ പറഞ്ഞിട്ടുണ്ട്, ആശ്രയ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. എന്തിനാ വരുന്നത്? ഇപ്പോഴല്ല പറഞ്ഞിട്ടുള്ളത്, പണ്ട് വന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ അവൻ പറയുന്നത്. ആശ്രയ ചേട്ടൻ ഇനി വന്ന് യൂണിയൻ റൂമിൽ അവിടെ കിടക്കുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോൾ 8 മാസം കൊണ്ട് എൻ്റെ മകനെ ഡെയിലി രാവിലെ വൈകുന്നേരം ഒന്ന് സൈൻ ചെയ്യിപ്പിക്കുമ്പോഴേ ആശ്രയ ചേട്ടൻ നോക്കി നിരസിക്കുകയില്ല. എന്ന് രസിച്ചുകൊണ്ടിരുന്നു. അതെന്താ പോലീസ് അന്വേഷിക്കാത്തത്? അത് അന്വേഷിക്കണമല്ലോ. 1-2 ദിവസം കൊണ്ടല്ല, 8 മാസം കൊണ്ട് അവൻ അനുഭവിക്കുക. മാവോയിസ്റ്റിന്റെ അതേ രീതിയിൽ, മാവോയിസ്റ്റിന്റെ ഈ നക്സലിന് കിട്ടിയ അതേ ട്രെയിനിങ്ങാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ശരീരം മുറിവില്ലാതെ എങ്ങനെ ചതച്ച് റെഡിയാക്കാം എന്നുള്ള രീതിയിൽ അവർ കറക്റ്റായിട്ട് എങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ SFI എന്നുള്ള ഈ നക്സൽ തീവ്രവാദികൾ ചെയ്തിരിക്കുന്നത്. അവർ തന്നെയാണ് ഫുൾ ഉത്തരവാദി. അവരിതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. പറഞ്ഞെന്ന് പറഞ്ഞാൽ ആഭ്യന്തര മന്ത്രാലയം പറയണം. കാര്യം നല്ല അവരെ പാർട്ടിയാണ് ഭരിക്കുന്നത്. അത് പറയണം. പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അന്വേഷണം വരുമ്പോൾ പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ഞാനത് പ്രശ്നമായിട്ട് പറഞ്ഞു. അല്ല, ആർക്കും ആശ്രയിച്ചാട്ടനാണെങ്കിലും ആർക്കും വലിയ കൊമ്പൊന്നുമില്ല. എല്ലാവരും കൂടെ ജീവിക്കേണ്ടവരാണ്. കേരളത്തിൽ ജീവിച്ചേ പറ്റുള്ളൂ എല്ലാവർക്കും. ആദ്യ ഘട്ടത്തിലൊന്നും തന്നെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും നടത്താൻ ഒരുക്കമല്ലാതിരുന്ന മുഖ്യമന്ത്രിയെ വസതിയിൽ സന്ദർശിച്ച സിദ്ധാർത്ഥന്റെ അച്ഛൻ നിവേദനം കൊടുത്തതിന് ശേഷമാണ് ഇക്കാര്യത്തിൽ CBI അന്വേഷണത്തിന് വിടുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ പിന്നീട് അതിന്റെ ഉത്തരവുണ്ടാകാൻ ഏറെ വൈകി. അതിനിടയിൽ കൊലപാതകികൾ എന്ന് പറയുന്നവർക്ക് അവരുടെ തെളിവുകൾ നശിപ്പിക്കുവാനുള്ള വേണ്ടത്ര അവസരം കിട്ടി എന്നൊക്കെ തന്നെയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞത്. CPM-ന്റെ ഇടുക്കിയിലെ സമുന്നത നേതാവായ മുൻ മന്ത്രി കൂടിയായ MM മണി ഈ കൊലപാതകികളെ പലരെയും തന്റെ ചിറകിനിടയിൽ കാത്തു സംരക്ഷിക്കുന്നു എന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പരസ്യമായി തന്നെ പറഞ്ഞത്. തന്റെ മകനെ 4 ദിവസമാണ് പൂക്കോട്ട് വെറ്ററിനറി സർവകലാശാലയിലെ ഹോസ്റ്റലിൽ SFI വിദ്യാർത്ഥികൾ പീഡിപ്പിച്ചത്. 4 ദിവസം അതികഠിനമായി പീഡിപ്പിച്ചു. ഹോക്കി സ്റ്റിക്ക് കൊണ്ടും ക്രിക്കറ്റ് ബാറ്റ് കൊണ്ടുമെല്ലാം അടിച്ച് ഭക്ഷണം പോലും കൊടുക്കാതെ അവനെ മർദ്ദിച്ച് അവശനാക്കി കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നു എന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞത്. എന്നാൽ കൊലപാതകം നടന്ന് 4 ദിവസത്തിന് ശേഷമാണ് ഇത് പുറം ലോകം അറിയുന്നത്. ഇത് തന്നെ ഭരണകൂടത്തിന്റെ ഒത്താശ കൊണ്ടാണ് SFI നേതാക്കൾക്ക് ഇങ്ങനെ സാധിച്ചത് എന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞത്. എന്നാൽ മരണശേഷവും എൻ്റെ കുടുംബത്തിന് നീതി കിട്ടിയില്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ മകന്റെ മരണശേഷം മുഖ്യമന്ത്രിയെ സന്ദർശിച്ച സിദ്ധാർത്ഥിന് CBI അന്വേഷണമാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നത്. എന്നാൽ കൊച്ചി CBI ബ്യൂറോയ്ക്ക് അയക്കേണ്ട ഫയലുകൾ ഡൽഹിയിലേക്കും ഡൽഹി CBI ബ്യൂറോയിലേക്ക് അയക്കേണ്ട ഫയലുകൾ കൊച്ചി ബ്യൂറോയ്ക്കും അയച്ച് ഈ അന്വേഷണത്തെ പരമാവധി തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ഉണ്ടായത് എന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പരസ്യമായി പ്രഖ്യാപിച്ചത്. എന്തിനാണ് ഇവർ ഞങ്ങളുടെ കുടുംബത്തോട് ഇത്രയധികം ക്രൂരത കാണിക്കുന്നത്? ഇവരുടെ കുട്ടി സഖാക്കളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി തന്നെയാണ്. SFI-യുടെ സംസ്ഥാന സെക്രട്ടറി ഷോയ്ക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളരെ വൈകാരികമായി തന്നെ പറഞ്ഞത്. ഷോ അറിയാതെ, SFI-യുടെ സംസ്ഥാന നേതൃത്വം അറിയാതെ തീർത്തും പ്രാദേശികമായി SFI-യുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ സാധിക്കില്ല എന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിൽ ഷോവിന്റെ കൃത്യമായ പങ്കുണ്ട്, ഇത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞത്. ഈ കേസിൽ തന്റെ മകനെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന കേസിൽ കുറ്റവാളികളെ എല്ലാവരെയും ഒരാളൊഴികെ
എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ തനിക്കിനി വിശ്രമമില്ല, അത് തന്റെ മരണം വരെയും തുടരും എന്ന് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഇക്കാര്യത്തിൽ CPM സർക്കാരും മുഖ്യമന്ത്രിയും എന്നെയും എൻ്റെ കുടുംബത്തെയും വഞ്ചിച്ചു എന്ന് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ അതിവൈകാരികമായ ഭാഷയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ട് മുഖ്യമന്ത്രി അത് അറിഞ്ഞത് പോലുമില്ല എന്ന മട്ടിലായിരുന്നു പ്രതികരണം. പിന്നീട് മാധ്യമങ്ങളിലെല്ലാം വന്ന് ഒച്ചപ്പാടുകളായപ്പോൾ മാത്രമാണ് ഈ വിഷയം CBI അന്വേഷിക്കാൻ വിടുന്നു എന്ന് പറയുന്നത്. അപ്പോഴും CBIക്കുള്ള ഫയലുകൾ കൈമാറുവാൻ വേണ്ടി ഒരുപാട് കാലതാമസം വരുത്തി പ്രതികൾക്ക് അവരവരുടെ തെളിവുകൾ നശിപ്പിക്കുവാനുള്ള അവസരം നൽകി. ഇതിന് കേരള പോലീസും ആഭ്യന്തര വകുപ്പും ഒത്താശ ചെയ്തു എന്ന് തന്നെയാണ് സിദ്ധാർത്ഥൻ പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഗുണ്ടാ നേതാക്കളും കുട്ടി സഖാക്കളും ചേർന്ന് ചെയ്ത ഈ കൊലപാതകം മറച്ചു പിടിക്കേണ്ടതിന്റെയും ആ കൊലപാതകം നടത്തിയ നിഷ്ഠൂരരായ വിദ്യാർത്ഥികളെയും ഗുണ്ടകളെയും സംരക്ഷിക്കേണ്ട ആവശ്യം മുഖ്യമന്ത്രിക്കുണ്ട്, മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് ഒരു കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കാതെ ഇത്തരത്തിൽ പെരുമാറിയത്. ഇനിയും കേരളത്തിൽ ഒരു മാതാപിതാക്കൾക്കും ഇതുപോലെ മക്കളെ നഷ്ടപ്പെടാൻ പാടില്ല. ഇനിയും ഇതുപോലെ ഏതെങ്കിലും സർവകലാശാലയിലേക്ക് പഠിക്കുവാൻ വേണ്ടി വരുന്ന ഒരു വിദ്യാർത്ഥിക്കും അവന്റെ ജീവൻ അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടമാകാൻ പാടില്ല. അതിനുവേണ്ടി വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി കേരളത്തിലെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ സമരവുമായി മുന്നോട്ടിറങ്ങുന്നു എന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞത്. ഇനി ഒരു കാരണവശാലും കേരളത്തിൽ ഇത്തരത്തിൽ ഒരു കൊലപാതകം സംഭവിക്കാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. ഏതറ്റം വരെ പോയാലും നിയമത്തിൽ എനിക്ക് നീതി കിട്ടുന്നത് വരെ ഞാൻ ഇതുമായി മുന്നോട്ട് പോകും എന്നാണ് ഇന്നലെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞത്. എന്നാൽ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ പ്രതികരണം കണ്ടറിഞ്ഞ ആർഷോ ഇന്ന് മാധ്യമങ്ങൾക്ക് മറ്റൊരു പ്രതികരണം നൽകുകയുണ്ടായി. സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വൈകാരികമായി തന്നെ മനസ്സിലാക്കുന്നു. SFI എന്ന പ്രസ്ഥാനം സിദ്ധാർത്ഥിന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ്. എന്നാൽ എന്നെയും SFIയെയും ചേർത്ത് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും വൈകാരികമായുള്ള ഒരു പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് എന്ന തരത്തിൽ തന്നെ ഞാനതിന് വിലയിരുത്തുന്നു. അതിനെ മറ്റേതെങ്കിലും തരത്തിൽ കുറ്റം പറയുവാൻ തയ്യാറല്ല. പക്ഷേ ഒരു കാരണവശാലും ഞാൻ ഈ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിന് മുമ്പ് പോയിട്ടില്ല. സിദ്ധാർത്ഥിന്റെ മരണശേഷം മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ ഹോസ്റ്റലിൽ പോയിട്ടുള്ളത്. എന്നാൽ പൂക്കോട്ട് വെറ്ററിനറി സർവകലാശാലയുടെ ഹോസ്റ്റലിൽ എന്നല്ല, കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിൽ പോയി താമസിക്കേണ്ട ഒരു സാഹചര്യം SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്കില്ല എന്നുകൂടി ആർഷോ അടിവരയിട്ട് പറയുന്നു. സിദ്ധാർത്ഥിന്റെ അച്ഛൻ എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന് നഷ്ടമായതിലുള്ള വൈകാരികമായൊരു പ്രതികരണം മാത്രമായി ഞാൻ കണക്കാക്കുന്നു. അല്ലാതെ ഇതിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ മാനങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നാണ് ആർഷോ പറഞ്ഞത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ അറിയാതെ തന്റെ മകനെ ഇതുപോലെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തില്ല എന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. എന്നാൽ ഇത്തരം കാര്യത്തിൽ, അതായത് സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ പ്രതികരണത്തിൽ മകൻ നഷ്ടപ്പെട്ടതിലുള്ള വൈകാരിക ആവേശം മാത്രമാണ് കണ്ടത്, അല്ലെങ്കിൽ വൈകാരിക ഭാവം മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ മാനങ്ങൾ കണ്ടെത്തുന്നില്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലൊരു മറുപടി നൽകുന്നില്ല എന്നാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആർഷോ വ്യക്തമാക്കിയത്. ആർഷോ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അല്ല, അതിനകത്ത് അദ്ദേഹത്തിന് മറുപടി എന്നുള്ള നിലക്കല്ല, ഞങ്ങൾ ഇതിനകത്ത് ആരംഭഘട്ടം മുതലേ പറഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥിന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് SFI എന്നുള്ളത്. ഇപ്പോ നിലവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളെ വൈകാരികമായി അദ്ദേഹം പറഞ്ഞതാണ് എന്ന് കാണുന്നതിന് വേണ്ടിയാണ് ഈ ഘട്ടത്തിലും ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ നിറങ്ങളോ രാഷ്ട്രീയ ഇടപെടലോ അതിനകത്തില്ല എന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു തവണ മാത്രമാണ് ഈ പറഞ്ഞ വെറ്റിനറി സർവകലാശാലയ്ക്കകത്ത് പോയിട്ടുള്ളത്. അത് സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷമാണ്. അതിനു മുൻപ് ഞാൻ ആ ക്യാമ്പസിനകത്തേക്ക് പോയിട്ടില്ല. ആ ക്യാമ്പസിൽ എന്നല്ല, ഒരു ക്യാമ്പസിന്റെയും ഹോസ്റ്റലിൽ താമസിക്കേണ്ടുന്ന കാര്യം SFI സംസ്ഥാന സെക്രട്ടറിക്കില്ല. ഞാൻ അതിനു മുൻപ് അവിടെ പോയിട്ടില്ല. അതിനുശേഷം അവിടെ പോയ ഘട്ടത്തിൽ മാധ്യമങ്ങളെ ഉൾപ്പെടെ, ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം മാധ്യമങ്ങളെ ഉൾപ്പെടെ അറിയിച്ചുകൊണ്ടാണ് ആ ക്യാമ്പസിനകത്തേക്ക് പോയിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള വിവരം തെറ്റായിട്ടുള്ള വിവരമായിരിക്കും. വൈകാരികതയുടെ പുറത്തുള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്ക് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള അന്വേഷണങ്ങളും നേരിടുന്നതിന് വേണ്ടി ഏറ്റവും സമഗ്രമായിട്ടുള്ള, ഏറ്റവും കൃത്യമായിട്ടുള്ള അന്വേഷണം ആ വിഷയത്തിനകത്ത് ഉണ്ടാകണം എന്നുള്ള SFIയുടെ മുൻ നിലപാട് ഈ ഘട്ടത്തിലും ഞങ്ങൾ ആവർത്തിക്കുകയാണ്.